പാപപങ്കില ജീവിതത്തിൽ അന്ത്യനാൾ രോഗിയായി തീർന്നിടുന്നവർ നിശ്ചയം പിന്തിരിഞ്ഞനുതാപമോടെ അസന്നിധി ഏറ്റു ചൊല്ലാമെൻ പിഴ എൻ വൻപിഴ പാപപങ്കില ജീവിതത്തിൽ അന്ത്യനാൾ രോഗിയായി തീർന്നിടുന്നവർ നിശ്ചയം പിന്തിരിഞ്ഞനുതാപമോടെ അസന്നിധി ഏറ്റു ചൊല്ലാമെൻ പിഴ എൻ വൻപിഴ. 1 കൊരിന്ത്യർ 1:18 വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. കഴിഞ്ഞുപോയ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകളെയും, ചെയ്തുപോയ പാപങ്ങളെയും, വന്നുപോയ അപരാധങ്ങളെയും കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടെ ആയിരുന്ന് അനുതപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളെയെല്ലാം ക്ഷമിക്കുന്ന നല്ല ദൈവത്തിന്റെ മുമ്പിലാണ് കാൽവരിയിൽ നമുക്കായി സകല പാപങ്ങളും കുരിശാൽ വഹിച്ച് അവസാന തുള്ളി രക്തം പോലും നമ്മുടെ പാപങ്ങൾ കഴുകുവാനായി, ലോകപാപങ്ങൾ കഴുകുവാനായി കുരിശിൽ ചിന്തിയ യേശുവിന്റെ പരിശുദ്ധമായ തിരുരക്തത്താൽ നമ്മുടെ സകല പാപങ്ങളും കഴുകുവാൻ, ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് തിരുമുൻപിൽ നമുക്ക് അനുതപിക്കാം. രോഗപീഠകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കുടുംബത്തിന്റെ ഭിന്നതകൾ, പലവിധ കഷ്ടപ്പാടുകളിലൂടെ ജീവിതം നയിക്കുന്ന നമുക്ക് വിടുതൽ ദൈവം തരും. ചെയ്തുപോയ പാപങ്ങൾ തിരുമുൻപിൽ ഉരുകിയ മനസ്സോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് ഇതാ ദൈവത്തിന്റെ മകനായി, മകളായി നമുക്ക് മാറാം. പരിശുദ്ധ അമ്മയുടെ ശക്തിയുള്ള മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം.